കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഈ പകൽ സമയം. തുടർന്ന് അല്പനിമിഷങ്ങൾ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും ആത്മീയ വർധനവിനും അവിടുത്തെ പുണ്യനാമത്തിന്റെ പുകഴ്ചയ്ക്കും കാരണമാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മന്ന മനസ്സുകളിൽ ഉന്നതമാകുന്ന ബലത്തോടെ ദൈവത്തിന്റെ വചനം പരിവർത്തിക്കേണ്ടതിന് പ്രവർത്തിക്കുകയും അടിയങ്ങളുടെ വാക്കുകളിൽ കുറവായുള്ളതെല്ലാം അത് പൂരിപ്പിച്ച് നൽകി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവത്തിരുനാമം അടിയങ്ങളിൽ മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1 Corinthians chapter 1 verses 9 and 10. Praise the Lord. മതിയാ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലും ഈ വേദഭാഗത്തോടനുബന്ധമാകുന്ന തിരുവചന ഭാഗം ശ്രദ്ധിപ്പാൻ, ചിന്തിപ്പാൻ നമ്മളെ സഹായിച്ചു. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതാകുന്ന ഒരു വിഷയം എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാകുന്ന വിഷയമാണ്. കൊരിന്ത്യ ലേഖനത്തിലാണ് ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള, ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന, എന്തിനേറെ സാധാരണ ലോകക്കാർക്ക് പോലും അറിയാവുന്ന, പല സെക്യുലറായിട്ടുള്ള ഇടങ്ങളിലും വാൾ പ്ലാക്കായിട്ട് അല്ലെങ്കിൽ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാകുന്ന ഏറ്റവും പ്രസിദ്ധമാകുന്ന തിരുവചന ഭാഗം ഈ കൊരിന്ത്യ ലേഖനത്തിലാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. സ്നേഹത്തെക്കുറിച്ചുള്ളതാകുന്ന ആ കാര്യം നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ ആരംഭ വാക്യത്തിൽ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ഈ ലേഖനം അവസാനിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പോടുകൂടെയാണ്. 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. സ്തോത്രം. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാകുന്ന ഉപദേശം ദൈവവചനത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കുന്നു. ഈ പകൽ സമയം പ്രധാനമായിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലവ് ഗാഡ്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവചനം അർത്ഥമാക്കുന്നത്? 2, ഹൗ ഡു വി ലവ് ഹിം മോർ? എങ്ങനെ ദൈവത്തെ ആഴമായി നമുക്ക് സ്നേഹിപ്പാൻ കഴിയും? ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് വി ഡോണ്ട് ലവ് ഹിം? നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന് പരിണിത ഫലമായി ഉണ്ടാകുന്നത്? അവസാനമായിട്ട്, ആൻഡ് വാട്ട് ഈസ് ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ലവിങ് ഗോഡ്? ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അനുഗ്രഹീതമാകുന്ന ഫലങ്ങൾ, അതിന്റെ നന്മകൾ, ഗുണങ്ങൾ ഇവയെന്താണ്? ഈ 4 കാര്യമാണ് വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഒന്നാമതായിട്ട്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഉടമ്പടിയിൽ, പഴയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു കൽപ്പനയായിരുന്നു. അതാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു കൽപ്പന, അതാവശ്യമായിരുന്നു. ആ പ്രത്യേക സാഹചര്യത്തിൽ ആ കൽപ്പന അത് എൻഫോഴ്സ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടായിരുന്നു. കൽപ്പനയായിരുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ഒരു പണ്ഡിതൻ തന്നോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം
36, 37 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഏറ്റവും വലിയ കൽപ്പന. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കൽപ്പനയായി നൽകിയിരുന്നു എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഏകദേശമൊക്കെ കൽപ്പനാ രൂപത്തിൽ തന്നെയാണ് അത് നൽകിയിരിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായിട്ട് മറ്റ് ഉള്ള സകല കാര്യങ്ങളെക്കാളും പ്രാധാന്യതയോടെ സകലതിൻ്റെയും ഉറവിടമായി അടിസ്ഥാനമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. എന്തിനേറെ ശുശ്രൂഷയെക്കാളും ഉപവാസത്തെക്കാളും പ്രാർത്ഥനയെക്കാളും അത്ഭുത പ്രവർത്തികളെക്കാളും സുവിശേഷം അറിയിക്കുന്നതിനേക്കാളും ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റേത് കുറഞ്ഞ കാര്യങ്ങളായിട്ടല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഈ പറയപ്പെട്ട സകല കാര്യങ്ങളും ഉത്ഭവിക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാകണം എന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായും പഠിപ്പിക്കുന്നു. അതേറ്റവും അധികം വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത്. കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ ഒരുവനായിരുന്നു കേഫാവ്, പത്രോസ്. എന്നാൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ആ പത്രോസിനെ റെസ്റ്റോർ ചെയ്യുന്ന, തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ആ വേദഭാഗത്ത് പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന വിഷയം വളരെ ശ്രദ്ധേയമാണ്. പത്രോസേ, നീ പണ്ടൊക്കെ എടുത്തു ചാടി ഉത്തരം പറയുന്നവനായിരുന്നു. ചിന്തിക്കാതെയൊക്കെ എന്തേലുമൊക്കെ നീ വിളിച്ചു പറയും. മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നുന്നതെന്നൊന്നും നിനക്ക് ചിന്തയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നീ അപ്പോസ്തലനാണ്. ചുമ്മാ അതിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്, ഘനശാലിയായിരിക്കണം. പിന്നെ നീ എന്നെ തള്ളിപ്പറഞ്ഞു, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. ഒരു 40 ദിവസം ഉപവസിച്ച് കുറ്റമൊക്കെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണമൊക്കെ പ്രാപിച്ച് ക്രമീകരണമൊക്കെ വരുത്തിക്കോണം. അങ്ങനെയല്ല യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഒറ്റ ചോദ്യം. ബർ യോന ശിമോനെ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നോക്കണം, ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നു. ആദ്യം പറഞ്ഞു, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്ന് അവിടുന്ന് അറിയുന്നല്ലോ. രണ്ടാമത് ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു. അന്നേരം പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അങ്ങയെ വിസ്തരിക്കുന്ന സമയത്ത് തള്ളിപ്പറഞ്ഞെന്നൊക്കെയുള്ള കാര്യം ശരിയാ, എങ്കിലും ഇവരെല്ലാം ഓടിപ്പോയപ്പോഴും ആ നടുമുറ്റം വരെ വന്നത് ഞാനേ ഉള്ളായിരുന്നു എന്ന ഉത്തരം വേണമെങ്കിൽ പത്രോസിന് നൽകാമായിരുന്നു. പക്ഷെ പത്രോസിന് കാര്യം മനസ്സിലായി. അവസാനം താൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. കർത്താവ് തന്നെ ആ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തിയപ്പോഴാണ്
നീ എന്റെ ശുശ്രൂഷ ചെയ്യാനായി പറഞ്ഞത്. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരു ശുശ്രൂഷയും ഒരു ആത്മീക പ്രവൃത്തിയും യാതൊന്നിനും സ്വർഗത്തിൽ സ്ഥാനമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്നേഹമെന്നുള്ളത് ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ല. സ്നേഹത്തെ പുതിയ നിയമത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് വെരി മച്ച് ഇൻ പ്രാക്ടിക്കൽ ടേംസ്, വളരെ വ്യക്തതയോടെ പ്രായോഗികമാകുന്ന വാക്കുകളിലാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ചില പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വരും, കണ്ണുനീര് വരും. അന്നേരം ഒരു സന്തോഷമൊക്കെ തോന്നും. കാരണം ഇന്ന് ദൈവത്തെ ആരാധിച്ചു, ദൈവത്തോടൊരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നി, ഒരു ഭയങ്കര സന്തോഷം, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, വൈകാരികമാകുന്ന ഒരു സംതൃപ്തി. വൈകാരികമാകുന്ന സംതൃപ്തിക്ക് സ്ഥാനമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വൈകാരിക സംതൃപ്തി എനിക്ക് മാത്രമല്ല ഉള്ളത്. ചിലപ്പം ലോകക്കാര് സിനിമാ പാട്ട് കേട്ട് കരയുന്നവരെ എനിക്കറിയാം. സിനിമാ പാട്ടൊക്കെ കേൾക്കുമ്പം കണ്ണിക്കൂടെ കണ്ണുനീര് വരുന്നവരെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ പൊന്നു കർത്താവേ, ഏകദേശമൊക്കെ എനിക്ക് തോന്നിയ ഫീലിംഗ് അവനും ഉണ്ടായല്ലോ. അപ്പോൾ വൈകാരിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവത്തോട് എനിക്കുള്ള സ്നേഹമെന്ന് ദൈവവചനം എന്നെ പഠിപ്പിച്ചു. എന്താ പിന്നെ സ്നേഹം? ദൈവത്തോടുള്ള സ്നേഹം പ്രായോഗികമാകുന്ന വാക്കുകളിൽ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ചില വാക്യങ്ങളൊന്ന് വായിക്കണേ, എടുത്തു വായിക്കണം. ഞാൻ ശാന്തമായിട്ട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് കയറേണ്ടതിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും നോക്കുക. അപ്പൊ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒരു ഇമോഷണൽ ഫീലിംഗ്, ഒരു അറ്റാച്ച്മെന്റ്. പലപ്പോഴും ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇമോഷണലി നമ്മെ മൂവ് ചെയ്യുന്ന പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് ഒരു പാട്ട്, സഭായോഗത്തിന് പാടുന്ന ഒരു പാട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ അങ്ങ് മഹാരാഷ്ട്രയിലെ കാര്യമാണ് പറയുന്നത്. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അപ്പൊ അന്നവസ്ത്രാദി നന്മകളും എണ്ണമില്ലാതെ എൻ്റെ മേൽ ചൊരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ചിലർ നിന്ന് കരയുന്ന കണ്ടിട്ട്. നത്തിങ് റോങ് ഇൻ ദാറ്റ്, നത്തിങ് റോങ് ഇൻ ദാറ്റ്. എന്നാൽ തെറ്റൊന്നുമില്ല. ദൈവം നമ്മളെ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഒരു തെറ്റുമല്ല, ഒരു തെറ്റുമല്ല. എന്നാൽ അതേ സമയം കർത്താവിന്റെ മേശ നടക്കുമ്പോൾ ഈ കരഞ്ഞ പുള്ളിക്കാര് വേറെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോ എന്റെ ഉള്ളിൽ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
അന്നവസ്ത്രാദി നന്മകളെ തന്നതിനെ ഓർത്തപ്പോ കരഞ്ഞു. എന്നാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ ക്രൂശിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശുവിനെ തകർത്തെന്ന് പറഞ്ഞപ്പോ കരച്ചിലുമില്ല, കണ്ണുനീരുമില്ല, വേറെ ബിസിനസ്സാ ചെയ്യുന്നത്. ഇത് സ്നേഹമാണോ? നിങ്ങൾ പറ. ഇത് ദൈവത്തോടുള്ള സ്നേഹമാണോ? അല്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? അപ്പൊ അനുദിന ജീവിതത്തിലാണ്, ശ്രദ്ധിക്കണേ, എന്റെ അനുദിന ജീവിതത്തിലാണ് എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് തെളിയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് എന്നറിയോ? പഴയ നിയമത്തിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരെ കാണാൻ കഴിയും. ഓബേദ് എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. ഒബദ്യാവ് ആരാന്നറിയോ? പല ഒബദ്യാവുണ്ട്. എന്നാൽ ഏലിയ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു ഒബദ്യാവുണ്ട്. അദ്ദേഹം പറയുന്നത് എന്നറിയോ? ആഹാബിന്റെ കൊട്ടാരത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ആഹാബ് വിഗ്രഹങ്ങളെ സേവിക്കുമ്പോൾ അതിന്റെ കൂടെ പോരപ്പായിരുന്നു. ഇതൊക്കെ ചെയ്യും. ഒരു ഫുൾ ടൈം കോംപ്രമൈസറാ. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. എത്ര പേരെയാണെന്നറിയാം തീറ്റിപ്പറ്റി? പലരും ചിന്തിക്കുന്നത് അങ്ങനെ. ദൈവത്തിന്റെ പ്രമാണങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഹായിച്ചതുകൊണ്ട് അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നെന്നുള്ള ചിന്തയിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഭാവിയിൽ ഉണ്ടായാൽ അതിനെ പ്രിയംപ്റ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്റെ പ്രായോഗിക ജീവിതത്തിലാണ് എന്റെ കർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കപ്പെടേണ്ടത്. എന്റെ പ്രായോഗിക ജീവിതത്തിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുള്ളൂ. അപ്പൊ സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രായോഗികമാകുന്ന വാക്കുകളിലാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് 21 വാക്യം, 24 വാക്യം. നോക്കിയ എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്ത് ചെയ്യുന്നവനാ? അപ്പൊ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. നമ്മള് അവിടെ ആ കൽപ്പന എന്ന് പറഞ്ഞ സ്നാനത്തെ കുറിച്ചല്ല എന്റെ പ്രിയരെ. നമുക്ക് കൽപ്പന എന്ന് പറഞ്ഞാൽ സ്നാനമാ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടോ എന്നുള്ളതിന്റെ ഒരു സിനോണിമ, ഒരു പര്യായ പദമാ. നോ, എന്റെ കൽപ്പനകൾ അത് ലഭിച്ച് പ്രമാണിക്കുന്നവനെ ആര് സ്നേഹിക്കുന്നു? പിതാവ് സ്നേഹിക്കുന്നു. അവൻ ആരെ സ്നേഹിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവനാ. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചേ, 24 വാക്യം. അപ്പൊ വചനം പ്രമാണിക്കാത്തവൻ ആരാ? അങ്ങ് പറയുന്നേ, സ്നേഹിക്കാത്തവൻ. ക്ലിയർ അല്ലേ ആ കാര്യം? 2 സാക്ഷികളെ കൊണ്ട് ഏത് കാര്യം ഉറപ്പാക്കാവുന്ന? ഞാനിപ്പോ 3 സാക്ഷികളെ തന്നു, ഇനിയും വേണേ സാക്ഷികളെ തരാം. എന്റെ വചനം പ്രമാണിക്കാത്തവൻ ആരല്ല? പേടിക്കണ്ടെന്നേ, ഞാൻ ഈ സത്യമാ പറയുന്ന. വചനത്തിലില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എടുക്കണ്ട, ദയവ് ചെയ്തെടുക്കണ്ട. ദൈവവചനം പ്രമാണിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അല്ലാത്തവരല്ല. അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തുമ്പോൾ ആ സത്യത്തിന് വിധേയപ്പെടാനും മാനസാന്തരപ്പെടാനും ജീവിതത്തെ ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. കോംപ്രമൈസേഴ്സ് അല്ല, സന്ധി ചെയ്യുന്നവരല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർ. അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ആകട്ടെ, സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ നിൽക്കുന്നില്ല. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് യേശു കർത്താവ് വളരെ വ്യക്തതയോടെ
ദൈവസഭയോട് അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നോക്കുക. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന്, there will be a decrease of lovers of God in the church. ദൈവസഭയിൽ ദൈവത്തെ സ്നേഹിക്കാത്തവരുടെ എണ്ണം പെരുകും എന്നുള്ളത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ സ്നേഹിക്കാത്തത്? അതിന്റെ കാരണം പറഞ്ഞേക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, അതിന്റെ കാരണം പറഞ്ഞേക്കുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ടാണ്. അപ്പോ ദൈവമക്കള് ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ടാണെന്ന് പറയുമ്പോൾ, ഈ അധർമ്മത്തിന്റെ പ്രസരണം ദൈവമക്കളുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നു. അതിനെ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം ദയവായിട്ടൊന്ന് വായിക്കണം. ഒരുപക്ഷെ നിങ്ങൾ അത് എസ്കറ്റോളജിക്കലി, ഭാവികാല ശാസ്ത്രം അനുസരിച്ച് അത് അവിടല്ല ഇവിടെ വരണ്ടി എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അതല്ല ഇപ്പം നമ്മുടെ വിഷയം. നമ്മൾ അതിന്റെ സന്ദേശമാണ് ഉൾക്കൊള്ളാൻ പോകുന്നത്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-ാം വാക്യവും 7-ാം വാക്യവും ഒന്ന് വായിച്ചേ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. പിന്നെ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയുമായവൻ. യേശു കർത്താവ് പറഞ്ഞ വേറൊരു കാര്യവും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. മനുഷ്യപുത്രന്റെ നാളിൽ എന്തോ കണ്ടെത്തുകയല്ലെന്നാ യേശു പറഞ്ഞേ. അപ്പൊ വിശ്വാസത്യാഗം, അധർമ്മമൂർത്തി, അവൻ എവിടെ വരുമെന്നാ പറഞ്ഞേക്കുന്നതെന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ തന്നെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്ക് മുൻപ് തന്നെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവാലയം എന്ന് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവസഭയെക്കുറിച്ചാണ്. അത് വളരെ വ്യക്തതയോടെ തെളിയിപ്പാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ അത് ചെയ്യാൻ കഴിയും. ദൈവാലയം എന്ന് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവസഭയെക്കുറിച്ചാണ്, യെരുശലേം ദൈവാലയത്തെക്കുറിച്ചല്ല. ആകട്ടെ, അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ വ്യാപരിക്കുമ്പോൾ ചിലർ അതിൽ പെട്ടുപോകും. എന്തുകൊണ്ട് പെട്ടുപോകും? 9 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വ്യാജമായ സകല ശക്തിയില്ലെന്നല്ല, പക്ഷെ വ്യാജം. വായിച്ചു. അടയാളമില്ലെന്നല്ല, അടയാളമുണ്ട്. അത്ഭുതങ്ങളോടും നോക്കുക. പക്ഷെ വഞ്ചനയോടെ, ഡിസപ്ഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഡിസീവ് ചെയ്യാൻ കഴിയുന്നത് 500 റിയാൽ കൊണ്ടുവന്ന് എന്നെ ഡിസീവ് ചെയ്യണമെങ്കിൽ, എന്നെ കളിപ്പിക്കണമെങ്കിൽ, കുഞ്ഞുങ്ങൾ കളിക്കുന്ന 500 രൂപ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ ഒക്കെയല്ല. കാരണം അതിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ പടം. എന്നാൽ എന്നെ കളിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഒറിജിനൽ പോലെ ഇരിക്കുന്നത് കൊണ്ടുവന്ന് എന്നെ കാണിക്കണം. അപ്പൊ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ അനീതിയുടെ വഞ്ചന സംഭവിക്കുന്നത് വ്യാജമായതാ, പക്ഷെ കണ്ട ഒറിജിനലാന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? ആർക്കും അങ്ങനെ സംഭവിക്കുന്ന? എല്ലാവർക്കും സംഭവിക്കത്തില്ല. വായിച്ചേ, അടുത്ത വാക്യം വായിച്ചു. നോക്കുക, 2 കൂട്ടരുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുണ്ട്, നശിച്ചു പോകുന്നവരുമുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ആ കൂട്ടർ
അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കാത്തവർ ഈ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നതിന്റെ കാരണം വായിച്ചോ, അവർ സത്യത്തെ കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ദൈവവചനത്തിന്റെ സത്യത്തെ ഉൾക്കൊള്ളാനും അംഗീകരിപ്പാനും മാനസാന്തരപ്പെടാനും ക്രമീകരണം വരുത്താനും ശുദ്ധീകരണം വരുത്താനും മനസ്സില്ലാത്തവരോട് ദൈവം പറയും, യു ഡോണ്ട് ഡിലൈറ്റ് ഇൻ ദ ട്രൂത്ത്, therefore I leave you to delight in wickedness. Go where you want. സത്യത്തെ സ്നേഹിക്കാൻ നിനക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഭോഷ്ക് വിശ്വസിച്ചോ. പ്രിയരെ, ദൈവം കൈവിടുന്നത് പോലെ ഭയാനകമാകുന്ന ഒന്നില്ലെന്നുള്ളത് മനസ്സിലാക്കണം. ഭോഷ്ക് വിശ്വസിക്കുമാറ് എന്നെ ദൈവം കൈവിട്ടാൽ അതുപോലെ ദാരുണമാകുന്ന ഒരവസ്ഥ എനിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പോൾ അധർമ്മം പെരുകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അനേകരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകും. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് ദൈവസ്നേഹം നമ്മിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ആകട്ടെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. എന്നാൽ എങ്ങനെയാ കർത്താവിനെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുന്നത്? കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ അതും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച ആ വാക്യം 15 മുതൽ 16 വരെ ഒന്ന് ചേർത്ത് വായിക്കണം. അവിടെ എല്ലാവരും സഹോദരിമാര്, കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് പ്ലീസ്. ഇപ്പൊ എന്റെ മുഖത്തേക്കല്ലാതെ വിറങ്ങുന്ന സുവിശേഷം കാത്തുകൊള്ളും. പക്ഷെങ്കിൽ എങ്ങനെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? എനിക്കെപ്പോഴും താല്പര്യം ഈ ലോകത്തിന്റെ അഴുക്ക എനിക്കിഷ്ടം. എനിക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? ഉത്തരമുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. ശ്രദ്ധിക്കണേ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രൊവിഷനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം, കാരണം നിങ്ങൾ, യേശു പറയുക, അല്ലെങ്കിൽ മനുഷ്യരാകുന്ന നമ്മളെ കുറിച്ച് പറയുക, നമുക്ക് ആദാമിന്റെ ആ സ്വഭാവം ഉള്ളതുകൊണ്ട് നാച്ചുറൽ അഫിനിറ്റി, നമുക്ക് ന്യായമായിട്ടുണ്ടാകുന്ന സ്നേഹം ഈ ലോകത്തിന്റെ അഴുക്കിനോടാ. പക്ഷെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവാണ്. ഓരോ ദിവസവും ആത്മനിറവിനായി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഈ കാര്യം വ്യക്തതയോടെ പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നോക്കുക, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ ദൈവസ്നേഹം എങ്ങനാ കിട്ടിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. ഈ വാക്യങ്ങൾ ചേർത്ത് വായിച്ചപ്പോ സംഗതി പിടികിട്ടിയല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. ഇനിയും ശ്രദ്ധിക്കണേ, മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളാരും വഴിവക്കിൽ വെച്ചേക്കുന്ന ഗാർബേജ് ബിന്നിൽ പോയി ഭക്ഷണം കഴിക്കുകയില്ല. കഴിക്കുകയില്ല. എന്നാ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഗാർബേജ് ബിന്നിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വേറെ ഒന്നും കഴിക്കാൻ കിട്ടാഞ്ഞുകൊണ്ടാണ് അവിടെ പോയത്. അല്ലേ? പോവുകയില്ല. നമ്മൾ ചിന്തിക്കും നമ്മൾ കഴിക്കുകയില്ലെന്ന്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മളും കഴിക്കും. എന്തിനേറെ വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്, ചില സഹോദരിമാര് വിശപ്പ് മൂത്തിട്ട് കുഞ്ഞുങ്ങളെ വരെ പുഴുങ്ങി തിന്നെന്ന് വരെ എഴുതിയേക്കുന്നത്. അപ്പൊ വിശപ്പെന്ന് പറയുന്നത് ഏത് ഹീനമായ ഇടത്തു നിന്നും ഭക്ഷിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, മുടിയംപുത്രൻ എന്ന് നമ്മൾ മറുപേരിട്ട് വിളിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തെ വേദപുസ്തകത്തിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. നമ്മളങ്ങ് വിളിച്ചു. ഇപ്പൊ ആ പേര് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പലരുടെയും തോമസ് വർഗീസ് എന്നോ അല്ലെങ്കിൽ ജോൺ തോമസ് എന്നോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പലയിടത്തും ചെന്ന് മറ്റു പല പേരൊക്കെ ചോദിക്കണം. എന്ന് പറഞ്ഞ പോലെ ഈ മുടിയംപുത്രൻ എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആളിനെ പിടികിട്ടാൻ വേണ്ടി. ഇദ്ദേഹം പന്നിയെ തീറ്റിക്കൊണ്ടിരുന്നപ്പോ എന്നാ കഴിച്ചതെന്നറിയാമോ? പന്നി കഴിക്കുന്നത് ഇവൻ കഴിച്ചു. എന്നാ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പന്റെ വീട്ടിൽ വന്നു. അപ്പന്റെ ഭക്ഷണമേശയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇവനെ ഈ വാളവിര കാട്ടി പ്രലോഭിപ്പിപ്പാൻ കഴിയുമോ? എന്റെ ഒപ്പം ഒന്ന് ചിന്തിച്ചേ. അപ്പന്റെ മേശയിലിരുന്ന് കഴിക്കുക. അപ്പൊ ആ പഴയ ചട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നേച്ച് ഇങ്ങോട്ട് വാ ഇത് തരാം എന്ന് പറഞ്ഞ അവൻ പോവുകയില്ല. കാരണം എന്നാ? ശ്രദ്ധിക്കണേ, എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാരും, ശ്രദ്ധിക്കണേ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായി തൃപ്തി തരുന്ന രുചികരമാകുന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഇനിയും വാളവിര വേണ്ട. അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ ഈ ചവർ ഇഷ്ടപ്പെടുന്നവരുടെ പ്രശ്നം. ഇതാ, അവര് കർത്താവിനെ ആസ്വദിക്കുന്നില്ലെന്നുള്ളതാ അവരുടെ വിഷയം. അപ്പൊ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുകയും ലോകത്തിന്റെ ചവർ വേണ്ടാന്ന് വെക്കുകയും കഴിയും? ഒരു ഉത്തരമേ ഉള്ളൂ. കർത്താവിന്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയണം. ഇതാ പൗലോസ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ എടുത്തു വായിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയാറുള്ള വേദഭാഗം 7-8 വാക്യങ്ങളാണ്. പറയുകയാണ്, പഴയതെല്ലാം ഞാൻ എന്തെന്നെണ്ണുക, ചവറെന്നെണ്ണുക. കാരണം എന്താ? ഐ ഫൗണ്ട് സംബഡി ബെറ്റർ. ഞാൻ പഴയതിനേക്കാളും ശ്രേഷ്ഠമായി ഒന്ന് കണ്ടു, തിരിച്ചറിഞ്ഞു. എനിക്കിനിയും പഴയ വേണ്ട. അത് ഇതുമായി കമ്പയർ ചെയ്താൽ അത് ചവറ. എന്റെ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് പറയട്ടെ, എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അങ്ങ് പ്രയാസത്തോടെ എന്തേലുമൊക്കെ അങ്ങ് ചെയ്യുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതമാണ് ഏറ്റവും എൻജോയബിൾ, പ്രൊവൈഡഡ് യേശു ക്രിസ്തുവിനെ നമ്മൾ രുചിച്ചറിയുന്നുവെങ്കിൽ. എന്തുകൊണ്ടാ വീടും കൂടും വിടാൻ ചിലര് സന്നദ്ധരായര്?
എന്തുകൊണ്ടാണ് മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും അവരെ വിട്ടിട്ട് കഷ്ടതയുടെ മാർഗം തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരം ഇതേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായതിന്റെ മഹത്വം കണ്ടു, രുചിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ശലോമോന്റെ ഉത്തമ ഗീതത്തിൽ ഞാൻ ഒരിക്കലും അത് നിങ്ങളോട് പറഞ്ഞത്, ശൂലേം കാരത്തിയുടെ ഫ്രണ്ട്സ് നിന്നിട്ട് അവളെ പല കാര്യങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒടുവിൽ ചോദിക്കുന്നു, നിന്റെ പ്രിയൻ എന്നാ ഇത്ര സവിശേഷത? അവളുടെ മറുപടി, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള സ്നേഹത്താൽ, ശ്രദ്ധിച്ചേ സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ, കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞാൽ മാത്രമേ ലോകത്തെ നമുക്ക് വെറുക്കാനായി കഴിയത്തുള്ളൂ. അല്ലാതെ ലോകത്തെ വെറുക്കുന്നത് എളുപ്പമല്ല എന്റെ പ്രിയരെ. ഈ റിയാലൊക്കെ കൈ കിട്ടുമ്പം ഒരു കൊച്ചു കള്ളം പറയാനോ ചില കാര്യങ്ങളിലൊന്ന് കോംപ്രമൈസ് ചെയ്യലോ, അത് പിന്നെ അങ്ങേറ്റ് പറഞ്ഞാൽ മതി. വേണേ പിന്നെ വർഷാവസാനം ആകുമ്പം 2 ദിവസം ഉപവാസമൊക്കെ എടുത്ത്, കർത്താവിനെ അറിയാന്നേ. യു ആർ എ കോംപ്രമൈസർ. സന്ധി ചെയ്യുന്നവരാ. അവരെ ചേർക്കാനല്ല യേശു കർത്താവ് വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകാം. നമ്മൾ പലതും വിട്ടേച്ചു വന്നേച്ച് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതി വരാതെ, ഹല്ലേലൂയ, എന്തിനു വേണ്ടി വിട്ടേച്ചു വന്നോ? പള്ളിയക്കാരെയും പട്ടക്കാരെയും എല്ലാം വിട്ടേച്ചു വന്നേച്ച്, അയ്യോ നമ്മളിപ്പോൾ ഈ ലോകത്തിന്റെ ചവറുകളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മുടെ ഗതി എന്താ? നമുക്ക് അതുമില്ല ഇതുമില്ല. ഇതിനേക്കാളും ഭേദം അതായിരുന്നു. അതുകൊണ്ട് അത് വിട്ടതുകൊണ്ട്, അത് വിടാനിടയായി തീർന്നത് യേശു കർത്താവിനെ കണ്ടതുകൊണ്ടാണെങ്കിൽ നമുക്ക് കർത്താവിനെ ആഴമായും അക്ഷയമായും ജീവനു തുല്യവും സ്നേഹിക്കാം. യേശുവിനെ ജീവനു തുല്യമായി അക്ഷയമായി സ്നേഹിക്കാത്ത ഒരു മണവാട്ടിയെ ചേർപ്പാനല്ല കർത്താവാകുന്ന മണവാളൻ വരുന്നത്. പഴയകാലത്തെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പാട്ട്. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയുമാരാഞ്ഞിടാ. നിത്യമാം സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയുമാരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതേ. ഇഷ്ടരിൽ ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോ ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലും കാൽവറി, ഹല്ലേലൂയ,
മുൻപില അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ നിത്യമാം സ്നേഹത്തെ ആഴമുയരവും നീളവും വേദിയുമാര നിത്യമാം സ്നേഹത്തെ പ്രൈസ് ഗോഡ്. നിത്യമാകുന്ന സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും അതിന്റെ ഉയരവും ആരാഞ്ഞറിഞ്ഞിടുവാൻ കഴിയാത്തതിലും അഗാധമാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ, ലോക സ്നേഹം ആരോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ലോകത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ശത്രുത്വമാകുന്നു. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലും നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. പ്രിയന്റെ മഹാത്മ്യം എന്തെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളോട് നോ എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് ഒക്കുകയല്ല എൻ്റെ പ്രിയരെ, എന്നെ കൊണ്ടൊക്കെയല്ല, നിങ്ങളെ കൊണ്ട് ഒക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധിയോടെ ലോകത്തോട് സന്ധി ചെയ്യാതെ കർത്താവിനോടുള്ള അക്ഷയമാകുന്ന സ്നേഹത്തിൽ നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. അതിന് പ്രൊവിഷൻ തന്നേച്ചാണ് ഇത് ആവശ്യപ്പെട്ടേക്കുന്നത്. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. എനിക്കത് കഴിയത്തില്ല. നമ്മൾ തിരിച്ചറിയണം. ആകട്ടെ, ഒരു മുന്നറിയിപ്പൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡോണ്ട് ലവ് ഗോഡ്? നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കാൻ പോകുന്നത്? 1 കൊരിന്ത്യർ 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അപ്പൊ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ആരാ? ശപിക്കപ്പെട്ടവനാ. ശാപം മുറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ശാപം മുറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി വീട്ടിൽ പോകാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. ശാപം ബ്രേക്ക് ചെയ്യാൻ പോകാം. ഇന്ന് ശാപം മുറിക്കൽ ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. എന്താണ് ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അർത്ഥം? ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം തന്നെ അതിന്റെ ഉത്തരം തരണം. 2 വാക്യങ്ങൾ. ഞാൻ 2 സാക്ഷികളെ കൊണ്ടുവരിക. വേണേ ഒത്തിരി സാക്ഷികളെ കൊണ്ടുവരാം. പക്ഷെ 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാ. അതുകൊണ്ട് 2 സാക്ഷികളെ തരാം. അതിനേ സമയമുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം. വേറൊരാള് റോമാലേഖനം 9:3. അപ്പൊ ശപിക്കപ്പെട്ടവരാരാ? ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നിത്യാഗ്നിയിലേക്ക് യേശുവിന്റെ ആ സ്വർഗീയ സാന്നിധ്യത്തിൽ നിന്നും എന്നേക്കുമായി അകന്ന് നഷ്ടപ്പെട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടിയല്ല, പിശാചിനൊരുക്കിയിരിക്കുന്ന ആ നരകാഗ്നിയിൽ പോകുന്നവനാണ് ആര്? ശപിക്കപ്പെട്ടവൻ. മനസ്സിലായല്ലോ? ഒരു ജലദോഷം വന്നതോ കുഞ്ഞിന് പരീക്ഷയുടെ സമയത്ത് പനി വന്നതോ അല്ല ശാപം. ഇതാ ശാപം. അപ്പൊ ശാപം മുറിക്കാൻ പോകുക. റോമാലേഖനം 9:3. യെസ്. ശാപഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവിനോട് വേർപെട്ടു പോകുന്നതാ ശാപം. ഇതിൽ കൂടുതൽ സാക്ഷികളെ വേണോ? വേണ്ട എന്നാ എന്റെ ചിന്ത. അത് വ്യക്തമാണ്. വേണമെങ്കിൽ തരാം. അപ്പൊ ശാപമെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നഷ്ടപ്പെട്ടു പോകുന്നതാ ശാപം. പൗലോസ് പറയുന്നു,
നമ്മുടെ കർത്താവ് വരുന്നു. മറാനാഥ. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും. അപ്പൊ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അക്ഷയമായി ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രൊവിഷനെ തന്നിട്ട് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മണവാട്ടിയെ ചേർക്കാനല്ല യേശു വരുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി ഞാൻ എൻ്റെ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. വാട്ട് ഈസ് ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ലവിങ് ഗോഡ്? ദൈവത്തെ സ്നേഹിച്ചാൽ അതിന്റെ അനുഗ്രഹം എന്താ? അതിന്റെ ശ്രേഷ്ഠത എന്താ? ചില വാക്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾ വായിച്ച കുറിവാക്യം തന്നെയാ. ഈ കുറിവാക്യം ഒരുപാട് ദുഷ്ടവ്യാഖ്യാനങ്ങൾക്ക് ആയതും ആയിക്കൊണ്ടിരിക്കുന്നതും ഇനിയാകാൻ പോകുന്നതുമാകുന്ന ഒരു വാക്യം. അതുകൊണ്ട് ആ വാക്യം ഒന്ന് എടുത്തൊന്ന് വായിച്ചാൽ, ഒന്നാമത്തെ ബ്ലെസ്സഡ്നെസ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9-10. എന്നാൽ നമുക്കോ എന്തോ തന്നേക്കുന്നു? ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സോക്രട്ടീസിനും പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും വിൽ ഡ്യൂറന്റിനും, ഇന്നത്തെ ഒരു ഫിലോസഫറാ, ഇവർക്കാർക്കും മനസ്സിലാകാത്ത ക്രൂശിന്റെ വചനം പാപിയായ എന്റെ രക്ഷയ്ക്ക് ഉപകരിച്ചെന്നുള്ളതാകുന്ന വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഈ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്താ? ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ മഹത്വം എന്തെന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മുടെ കണ്ണു തുറന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ ദൈവത്തെ സ്നേഹിച്ചാൽ ഒന്നാമത്തെ അനുഗ്രഹം, യു വിൽ ബി സേവ്ഡ്. ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. അനേകർ ക്രൂശിന്റെ ശത്രുക്കളായിട്ട് അവരുടെ ദൈവം വയറും അവർ ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കളും വലിയ വിദ്യാഭ്യാസവും വലിയ പാരമ്പര്യവും ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടെ ശരണത്തിനായി ആ സങ്കേത നഗരത്തിലേക്ക് ഓടി വന്ന് ജീവരക്ഷ പ്രാപിപ്പാൻ ദൈവം കൃപ തന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, റോമാലേഖനം 8:28-29 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും God works together everything for the good of them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാവർക്കും അല്ല. ഇനിയും ആ നന്മ എന്താ? ആ ഏറ്റവും വലിയ നന്മ, മുന്നറിഞ്ഞവരെ, നോക്കുക, പാപത്താൽ വിരൂപരാക്കപ്പെട്ട, പാപത്താൽ ദൈവതേജസ്സില്ലാത്തവരായി തീർന്ന എന്നെയും നിങ്ങളെയും തന്റെ പുത്രനോട് അനുരൂപരാക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. ആരെ അനുരൂപരാക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവരെ, അല്ലാത്തവരെ അല്ല. ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വിശ്വാസി അല്ല യേശുവിനോട് അനുരൂപപ്പെടാൻ പോകുന്നത്. പിന്നെയോ ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ആ തേജസ്സിനെ മുഖത്ത് പ്രതിബിംബിച്ചുകൊണ്ട് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അല്ലാത്തവരാരും രൂപാന്തരപ്പെടത്തില്ല. ജീവിതത്തിൽ മാറ്റമുണ്ടാകാത്തവർ, വളർച്ചയുണ്ടാകാത്തവർ, മെച്ചൂരിറ്റി ഉണ്ടാകാത്തവർ അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല.
ദൈവത്തെ സ്നേഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളും വീഴ്ചകളും വരികയില്ലെന്നല്ല, പാപങ്ങൾ ഉണ്ടാകുകയില്ലെന്നല്ല, ഉണ്ടാകും, നിശ്ചയമായിട്ടും ഉണ്ടാകും. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് അനുദപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം വരുത്തി കർത്താവിനോട് അനുരൂപപ്പെടുവാൻ അവർ പരിശ്രമിക്കും. കാരണം അവർക്ക് ദൈവസ്നേഹമാ വലുത്. ഇനിയും 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താ? യാക്കോബിന്റെ ലേഖനം 1:12, യാക്കോബിന്റെ ലേഖനം 2:5. ഈ 2 വാക്യങ്ങൾ എളുപ്പം വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1:12, ഭാഗ്യവാൻ. യെസ്, ജീവകിരീടം ആർക്കാ കിട്ടുന്നത്? കുറെ പരീക്ഷ സഹിച്ചവർക്കല്ല. പരീക്ഷ സഹിച്ചപ്പോഴും ആ സഹിച്ചത് കടിച്ചു പിടിച്ച് ചുമ്മാതങ്ങ് സഹിച്ചത് കൊണ്ടല്ല, പിന്നെയോ സഹിച്ചതിന്റെ അടിസ്ഥാനം ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടാ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തോ കിട്ടും? ജീവകിരീടം കിട്ടും. 2:5 എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലല്ലോ. യെസ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത, ആർക്കാണ് വാഗ്ദത്തം ചെയ്ത രാജ്യം കിട്ടുന്നത്? തന്നെ സ്നേഹിക്കുന്നവർക്ക്. വ്യക്തമാണത്, തന്നെ സ്നേഹിക്കുന്നവർക്ക്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയാകുന്ന ശിമോന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ പട്ടണത്തിലേക്കും പാപിനിയായ ഒരു സ്ത്രീ അവിടെ എത്തി. അവൾ വന്നപ്പോ മുതല് കണ്ണുനീരുകൾ കൊണ്ട് യേശുവിന്റെ പാദം നനച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ശിമോൻ പറഞ്ഞു, ഇവൻ പ്രവാചകനൊന്നുമല്ല. ഈ സ്ത്രീ ആരാണെന്ന് ഇവനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ശിമോന്റെ ഹൃദയത്തിലെ ചിന്ത മനസ്സിലാക്കി യേശു പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞ യേശു പറഞ്ഞു, ആരാണ് അധികം സ്നേഹിക്കുന്നത്? ഈ പരീക്ഷ പറഞ്ഞു, അധികം ഇളച്ചു കിട്ടിയവൻ. ഒത്തിരി കടമുള്ള ഒരു ദാസനും കുറച്ച് കടമുള്ള ഒരു ദാസനും. എന്നിട്ട് 2 പേർക്കും ഇളച്ചു കൊടുത്തു. ആരാണ് യജമാനെ അധികം സ്നേഹിക്കുന്നത്? ശിമോൻ പറഞ്ഞു, അധികം ഇളച്ചു കിട്ടിയവൻ. യേശു പറഞ്ഞു, ഇവൾക്ക് അധികം ഇളച്ചു കിട്ടി, അതുകൊണ്ട് ഇവൾ എന്നെ സ്നേഹിക്കുക. നിനക്ക് അധികം ഇളച്ചു കിട്ടിയില്ല. എന്തുകൊണ്ട്? നിന്റെ ചിന്തയിൽ നീ വിശുദ്ധനാ, നീ നീതിമാനാ, നിനക്കധികം ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ലെന്നാ നിന്റെ ചിന്ത. എന്നാൽ ഇവൾക്ക് തിരിച്ചറിഞ്ഞു, എനിക്ക് ശുദ്ധീകരണം ആവശ്യമാണ്, എനിക്ക് പാപക്ഷമ ആവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ അധികം ഇളച്ചു കിട്ടാത്തവരല്ല. എന്താ കാരണം? മരണവും നരകവും നമ്മെ കാത്തിരുന്നപ്പോൾ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ അവിടുത്തെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന നമ്മെ വിടുവിപ്പാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവ സ്നേഹം ഓർക്കുമ്പോൾ അധികം ഇളച്ചു കിട്ടിയവരാ ഇവിടെ എല്ലാവരും. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിനെ അധികമായി സ്നേഹിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ഒരു കാര്യം ഓർപ്പിപ്പാൻ ആഗ്രഹിക്കും.